ഭാവിയെ കരുതി ഇനിയെങ്കിലും നിങ്ങൾ നിയമയുദ്ധം നിർത്തി സർവകലാശാലകൾക്ക് സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് സാഹചര്യം ഒരുക്കണം എന്ന് ഭാരതത്തിലെ സുപ്രീം കോടതി കൂപ്പ് കൈകളോടെ അഭ്യർത്ഥിച്ചിട്ടും അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടി ചാൻസലറുടെയും സർക്കാരിന്റെയും നോമിനികളെ ഉൾപ്പെടുത്തി വൈസ് ചാൻസലർമാരെ കണ്ടെത്തുന്നതിന് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ടും എന്തേ കേരള ഗവർണർ ഈ സമിതിക്കെതിരെ പരാതിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നു? കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ നിന്നും മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന നിലപാട് എന്തുകൊണ്ടെടുക്കുന്നു? ഉത്തരം വ്യക്തമാണ്. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കണമെന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുള്ള ഓരോ നടപടിയും സുപ്രധാനമായി കരുതുന്നു. ഗവർണർ ആരെയെങ്കിലും നിയമിക്കട്ടെ എന്ന് കരുതി അദ്ദേഹത്തിന്റെ മർക്കട മുഷ്ടി സമ്മതിച്ചു കൊടുത്ത് കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് സാഹചര്യം ഉണ്ടാക്കുവാൻ എന്തേ സംസ്ഥാന സർക്കാർ കൂട്ടാക്കുന്നില്ല? ഉത്തരം വ്യക്തമാണ്. അവർക്കുമുണ്ട് ഇത്തരം ഒരു അജണ്ട. വിദ്യാഭ്യാസ മേഖലയെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കണം. വേടന്റെ കവിത പോലുള്ള വിപ്ലവ സംഭവങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. തങ്ങൾക്ക് പദവികൾ ലഭിച്ചാൽ തരുന്നവർ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊടുക്കുവാൻ തയ്യാറുള്ള പണ്ഡിതഗണം ഇരുപക്ഷത്തും ധാരാളമുണ്ട്. ബുദ്ധിജീവികൾ എന്ന് സ്വയം അവകാശപ്പെട്ട് അവർ തങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കാനാവുന്ന പ്രസ്താവനകൾ ഇറക്കിക്കൊടുക്കും, പദവികൾ നേടും, അതിന്റെ ആനുകൂല്യങ്ങൾ എല്ലാം സ്വന്തമാക്കും. കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ നടന്നു വന്ന പോരാട്ടത്തിന് ഒത്തുതീർപ്പുണ്ടാവില്ലെന്നാണ് തെളിയുന്നത്. ഗവർണർമാർ മുഖ്യമന്ത്രിയുമായി നല്ല നിലയിൽ പ്രവർത്തിച്ച സംസ്ഥാനമാണ് കേരളം. P. സദാശിവവും പിണറായിയും തമ്മിൽ ഒരു സംഘട്ടനവും ഉണ്ടായിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാർ ആവശ്യപ്പെട്ടിടത്തെല്ലാം ഒപ്പിട്ടുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോഴാണ് ചാൻസലറായ ഗവർണറെ കേരള സർവകലാശാലയിലെ ഇടതുപക്ഷ വൈസ് ചാൻസലറും സംഘവും വല്ലാതെ അപമാനിച്ചത്. 2021 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഡിലിറ്റ് കൊടുക്കുവാൻ ഗവർണർ കേരള സർവകലാശാലയോട് നിർദ്ദേശിച്ചു. രാഷ്ട്രപതിയായിരുന്ന KR നാരായണന് കേരള സർവകലാശാല ഡിലിറ്റ് കൊടുത്തിട്ടുണ്ട്. കാലടി സർവകലാശാല വൈസ് ചാൻസലർ ഈയിടെ 3 ഇടതുപക്ഷക്കാർക്ക് ഡിലിറ്റ് നൽകുവാൻ നൽകിയ ശുപാർശ ചാൻസലർ അംഗീകരിച്ചതുമാണ്. കേരള സർവകലാശാല വൈസ് ചാൻസലർ മഹാദേവൻ പിള്ളയെ രാജ്ഭവനിൽ വിളിച്ചാണ് ചാൻസലറായ ഗവർണർ നിർദ്ദേശം പറഞ്ഞത്. VC സർക്കാരുമായി കൂടിയാലോചിച്ച ശേഷം ചാൻസലറുടെ നിർദ്ദേശത്തെ തള്ളി. ആരിഫിന് വല്ലാതെ മുറിവേറ്റു. തന്റെ നിർദ്ദേശം തിരസ്കരിക്കില്ല എന്ന ധാരണയിൽ ആരിഫ് രാഷ്ട്രപതിയെ വിവരമറിയിച്ചു. അദ്ദേഹം കോഴിക്കോടുണ്ടായിരുന്ന ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായി തലസ്ഥാനത്ത് വരാൻ പരിപാടിയിട്ടു. എല്ലാം ക്രമീകരിക്കപ്പെട്ടപ്പോഴാണ് സർവകലാശാല വിസമ്മതിച്ചത്. എങ്കിലും രാഷ്ട്രപതി തലസ്ഥാനത്ത് വന്നു. രാജ്ഭവനിൽ താമസിച്ച് വെറുതെ മടങ്ങി. അതോടെ ചാൻസലർ സർക്കാർ ബന്ധത്തിൽ പോരാട്ടകാലം തുടങ്ങി. ചാൻസലർ സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റണമെന്നായിരുന്നു ആദ്യത്തെ ആവശ്യം. ചാൻസലറുടെ അധികാരങ്ങൾ പ്രോ ചാൻസലറായ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കാം എന്ന് ചാൻസലർ പറഞ്ഞു. അത് നല്ല നിർദ്ദേശമാണെന്ന് CPI പറഞ്ഞെങ്കിലും പിണറായി സമ്മതിച്ചില്ല. അന്ന് അത് സമ്മതിച്ചെങ്കിൽ എന്ന് ഇന്ന് കരുതുന്നുണ്ടാവും. പിന്നീട് വഴക്കിന് പല മുഖങ്ങളുണ്ടായി. ചിലർ ചോര ചിന്തി. നിയമസഭ പാസാക്കിയ ബില്ലുകളെല്ലാം പിടിച്ചുവെച്ചു. സർവകലാശാലകളിൽ വഴക്കായി. പല വൈസ് ചാൻസലർമാർക്കും പടിയിറങ്ങേണ്ടി വന്നു. കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഒരു ക്രിമിനൽ ആണെന്നും ചരിത്രകാരനായ ഇർഫാൻ ഹബീബ് ഗുണ്ടയാണെന്നും 2018 ഡിസംബർ 28 കണ്ണൂർ സർവകലാശാലയുടെ ചടങ്ങിൽ വെച്ച് തന്നെ ആക്രമിക്കുവാൻ ഡൽഹിയിൽ വെച്ച് വൈസ് ചാൻസലർ ഗൂഢാലോചന നടത്തിയെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചു. ഇടതുപക്ഷക്കാരായ കുറെ പേർ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെട്ട് ഗവർണർക്കെതിരെ പ്രസ്താവന പുറപ്പെടുവിച്ച് അവരുടെ ഇടതുപക്ഷ കൂറ് വെളിപ്പെടുത്തി. കണ്ണൂർ സർവകലാശാലയുടെ ചടങ്ങിൽ ഇർഫാൻ ഹബീബ് കാണിച്ച അതിക്രമത്തിനെതിരെ കേസെടുക്കുവാൻ രാജ്ഭവൻ ആവശ്യപ്പെട്ടിട്ടും വൈസ് ചാൻസലർ മുതിർന്നില്ലെന്നത് ഗവർണർ കുറ്റപ്പെടുത്തി. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഇർഫാൻ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായമുള്ള ഗവർണറുടെ കയ്യിൽ നിന്നും കടലാസ് തട്ടിപ്പറിക്കുവാൻ ഇർഫാൻ നടത്തിയ ശ്രമവും പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ അർത്ഥത്തിലും ഹീനമായ പ്രവൃത്തിയായി. അലിഗഡ് സർവകലാശാലയിൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം തടയുവാൻ ഇർഫാൻ ശ്രമിച്ചിരുന്നെന്നും ഗവർണർ ആക്ഷേപിച്ചു. അർലേക്കർ വന്നപ്പോൾ എല്ലാം പുതിയ തുടക്കം പോലെ കാണിക്കപ്പെട്ടു. പക്ഷേ അർലേക്കർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. തനിക്കുള്ള പദവി ഉപയോഗിച്ച് പരമാവധി BJPക്കാർക്ക് പദവികൾ കൊടുക്കണം. എല്ലാം സ്വന്തമാക്കാനുള്ള മോഹം CPM ഉപേക്ഷിക്കാൻ തയ്യാറായതായാണ് സൂചനകൾ. ചർച്ചകൾ ഇനിയും നടക്കണമെന്നാണ് നിയമമന്ത്രി P. രാജീവ് പറഞ്ഞിരുന്നത്. BJPയും ഇടതുപക്ഷവും വളരെ ആസൂത്രിതമായും സംഘടിതമായും വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലാക്കുന്നതിനുള്ള പരിപാടികൾ ക്രമീകരിക്കുന്നു.
കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംവിധാനങ്ങളാണ് ഇടതുപക്ഷം അതിനായി ഉപയോഗിക്കുന്നതെങ്കിൽ BJP ശിക്ഷാ സംസ്കൃതി, ഉത്ഥാൻ ന്യാസ് സംഘടന പോലുള്ള സംവിധാനങ്ങളിലൂടെ അത് ചെയ്യുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇടതുപക്ഷ ആശയങ്ങൾക്ക് സമൂഹത്തിൽ പൊതുസമ്മതി ഉണ്ടാക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷം കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിൽ പലതും എതിർക്കപ്പെടാതെ അംഗീകരിക്കപ്പെടുന്നു. ദൈവവിശ്വാസം പോലുള്ള വിഷയങ്ങളെ സ്പർശിക്കാതിരിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരും ജാഗ്രത പുലർത്തുന്നുണ്ട്. കൊച്ചിയിൽ ഇക്കഴിഞ്ഞ ജൂലൈ 25 മുതൽ ശിക്ഷാ സംസ്കൃതി, ഉത്ഥാൻ ന്യാസ്, ജ്ഞാനസഭകൾ പോലുള്ള മസ്തിഷ്ക പ്രക്ഷാളന പരിപാടികൾ ക്രമീകരിക്കുന്നു. RSS മേധാവിക്കൊപ്പം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാർ, UGC ചെയർമാൻ, വൈസ് ചാൻസലർമാർ തുടങ്ങിയ 400ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. വികസിത ഇന്ത്യക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്നതായിരുന്നു വിഷയം. വിദ്യാഭ്യാസത്തിലെ ഭാരതീയവും കേരളീയവുമായ കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന സെമിനാറിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ആയിരുന്നു അധ്യക്ഷൻ. RSS മേധാവി മോഹൻ ഭഗത് മുഖ്യാതിഥിയും. കേരളത്തിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരോട് സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു. ഗവർണർ നിയമിച്ചവരെല്ലാം കൂറു തെളിയിക്കുകയും ചെയ്തു. കേരളത്തിലെ വൈസ് ചാൻസലർമാർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെ CPM-ഉം ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയും എതിർത്തു. ആര് പറയുന്നതും പഠിപ്പിക്കാം, തങ്ങൾക്ക് സ്ഥാപനം നടത്താൻ അനുവാദം തന്നാൽ മതി എന്ന നിലപാടുള്ളവരെ ഇത്തരം നീക്കങ്ങളൊന്നും അലോസരപ്പെടുത്തിയില്ല. അവർ കൂടുതൽ പ്രയോജനമുണ്ടാക്കാവുന്നിടത്തേക്ക് അണിചേരും. കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന സംസ്ഥാന ഗവർണറുടെ നിലപാട് ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ മര്യാദകേടാണ്. കേരളത്തിലെ സർവകലാശാലകൾ കേരളത്തിൻ്റെതാണ്. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തെടുത്തവരാണ് കേരളത്തിലെ സർക്കാർ. അവരെ ഒന്നിനും അടുപ്പിക്കില്ലെന്ന് ശഠിക്കുന്ന ഗവർണറുടെ നിലപാടിനെ പിന്നെ എങ്ങനെ വിളിക്കണം? ഇത് ഭാരതത്തിന്റെ ഫെഡറലിസത്തിനെതിരല്ലേ? ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണല്ലോ വിദ്യാഭ്യാസം. UGC ചട്ടപ്രകാരം വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു പങ്കും വഹിക്കുവാൻ കഴിയില്ലെന്നതാണ് അതിന് ന്യായീകരണമായി ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ സുപ്രീം കോടതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത പങ്കാളിത്തം ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഗവർണർ സുപ്രീം കോടതിയെ തന്നെ സമീപിച്ചു. UGC എന്തുകൊണ്ടാണ് അത്തരമൊരു നിബന്ധന വെച്ചത്? ഇത്തരം ഒരു നിബന്ധന ഏർപ്പെടുത്തുന്നതിന് UGC പറയുന്ന ആദർശകരമായ ന്യായീകരണം ശരിക്കും മനം പിരട്ടുന്നതാണ്. മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം ഒഴിവാക്കുന്നത് രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാക്കുന്നതിനാണ് പോലും. എന്നാൽ ഈ വ്യവസ്ഥ കേരളം ഭരിക്കുന്ന BJPക്ക് ഗവർണർമാർ വഴി സംസ്ഥാന സർവകലാശാലകളുടെ നടത്തിപ്പിൽ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് എന്നതല്ലേ യഥാർത്ഥ ലക്ഷ്യം? ഇത്തരം നിബന്ധനകൾ കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാർ കൽപ്പാന്ത കാലത്തോളം ഭാരതം ഭരിക്കും എന്ന് കരുതി ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഉണ്ടാക്കുന്നത് അവർക്ക് തന്നെ ആപത്താകും. കോൺഗ്രസ് ഇപ്പോൾ കൊടുക്കുന്ന വില അവർക്കും കൊടുക്കേണ്ടി വരുന്ന നാൾ ഉണ്ടാവില്ലെന്ന് ആര് കണ്ടു? ലോക്സഭയിൽ ഒരിക്കൽ 2 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന പൗരാവകാശങ്ങളുടെ മേൽ സർക്കാർ നടത്തുന്ന എല്ലാ കടന്നുകയറ്റങ്ങളെയും എതിർത്ത ഒരു കാലം BJPക്കുണ്ടായിരുന്നു. അന്ന് 3-ൽ 2 ഭൂരിപക്ഷമായിരുന്നു കോൺഗ്രസിന്. ആ കോൺഗ്രസിന് പ്രതിപക്ഷ പദവി പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയിൽ എത്തിയതാണ്. ഇപ്പോൾ 100 അംഗങ്ങളായി. ജനം മാറി ചിന്തിക്കും. മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന ഗവർണറുടെ പ്രാർത്ഥന സുപ്രീം കോടതി അംഗീകരിച്ചാൽ സംഭവിക്കുന്നത് രാജ്ഭവൻ കേന്ദ്രീകരിച്ചുള്ള തനി രാഷ്ട്രീയ കളികളായിരിക്കും എന്നല്ലേ വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്? ഇപ്പോഴത്തെ നിലയിൽ BJP ഉദ്ദേശിക്കുന്നവർ മാത്രമായിരിക്കില്ലേ സർവകലാശാലകളെ വൈസ് ചാൻസലർമാരാവുക? സിൻഡിക്കേറ്റിലും സർവകലാശാലയുടെ എല്ലാ ഭരണസമിതികളിലും ഇപ്പോൾ സംഘപരിവാർ പ്രതിനിധികളായിരിക്കില്ലേ? ചാൻസലർക്കുള്ള നോമിനേഷനുകൾ മുഴുവൻ അവർക്കല്ലേ ലഭിക്കുക? ബീഹാറിലെ വോട്ടർ പട്ടികയെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടി തന്നെ 89 ലക്ഷം പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തതായുള്ള വാർത്ത ഒരേ സമയം ഞെട്ടിപ്പിക്കുന്നതും പ്രത്യാശ പകരുന്നതുമാണ്. കോൺഗ്രസ് വർഷങ്ങളായി പുലർത്തിയിരുന്ന ആലസ്യത്തിൽ നിന്നും ഉണർന്നു എന്നതിൻ്റെയും കടുത്ത ജാഗ്രതയോടെ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നു എന്നതിൻ്റെയും അടയാളമായതുകൊണ്ടാണ് ഈ പരാതികൾ പ്രത്യാശ പകരുന്നത്. തീവ്ര പരിശോധനയ്ക്ക് ശേഷം തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ഇത്രയും അബദ്ധങ്ങളോ എന്ന ചിന്ത ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്നു. വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പേരുകളെല്ലാം പുനഃപരിശോധിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടികയിൽ അനർഹരായ ആരും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നത് പോലെ അർഹതയുള്ളവരെല്ലാവരും ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നതായി കോൺഗ്രസ് വക്താവ് പവൻ ഖേര വിശദീകരിച്ചു. വോട്ടർ പട്ടികയിൽ നിന്നും 4 കാരണങ്ങൾ കൊണ്ടാണ് പലരെയും പുറത്താക്കിയതെന്നാണ് കമ്മീഷന്റെ അവകാശവാദം. കുടിയേറിപ്പോയവർ എന്ന കാരണത്താൽ 25 ലക്ഷം പേരെ പുറത്താക്കി. 22 ലക്ഷം പേരെ ഒഴിവാക്കിയത് അവർ മരിച്ചു എന്ന കാരണത്താലാണ്.
9.7 ലക്ഷം വോട്ടർമാരെ അവരുടെ വിലാസത്തിൽ കാണാനാവാത്തത് കൊണ്ട് പുറത്താക്കി. 20,638 ബൂത്തുകളിൽ 100-ലധികം പേരുകൾ പുറത്താക്കപ്പെട്ടു. 200-ലധികം പേർ പുറത്താക്കപ്പെട്ട 1988 ബൂത്തുകളുണ്ട്. 7,613 ബൂത്തുകളിലും പുറത്താക്കപ്പെട്ടവരിൽ 70% വനിതകളാണ്. 635 ബൂത്തുകളിൽ പുറത്താക്കപ്പെട്ട കുടിയേറ്റക്കാരിൽ 75% സ്ത്രീകളാണ്. ജോലികൾക്ക് മറ്റുമായി കുടിയേറുന്നത് പുരുഷന്മാരായിരിക്കെ ഈ കണക്ക് അമ്പരപ്പിക്കുന്നു എന്ന് ഖേര പറഞ്ഞു. 7,931 ബൂത്തുകളിൽ വോട്ടർമാരിൽ 75% മരിച്ചതായി കണക്കാക്കി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. തീവ്ര പരിശോധനക്കാർ മരിച്ചവരെന്ന് പറഞ്ഞ പലരും രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് പരാതി കൊടുത്തു. വോട്ടർ പട്ടിക സംബന്ധിച്ച് ഇത്തരത്തിൽ പരാതി കൊടുക്കണമെങ്കിൽ 2025 ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയെക്കുറിച്ച് വളരെ ഗൗരവതരമായി കോൺഗ്രസ് പഠനം നടത്തിയിരിക്കുന്നു എന്ന് വ്യക്തം. വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടത്തുന്ന തട്ടിപ്പ് നിലവിളികൾക്ക് കാര്യമായ മാറ്റങ്ങൾ നിലവിലെ വ്യവസ്ഥിതിയിൽ സാധിക്കില്ല. നിതാന്ത ജാഗ്രതയാണ് ജനാധിപത്യ ജീവിതക്രമത്തിൽ പൗരസ്വാതന്ത്ര്യങ്ങളുടെ സംരക്ഷണത്തിന് അനിവാര്യമായത്. തിരഞ്ഞെടുപ്പിൽ ജയിക്കുവാൻ ഏതുതരം തട്ടിപ്പും എല്ലാവരും നടത്തും എന്ന ചിന്തയോടെ ജാഗ്രത പുലർത്തിയാൽ, നടപടികൾ സ്വീകരിച്ചാൽ പല തട്ടിപ്പുകളും ഒഴിവാക്കാനാകും. വോട്ടിംഗ് മെഷീനിലും വോട്ടർ പട്ടികയിലും എല്ലാം തട്ടിപ്പ് നടക്കാം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ 2 തട്ടിപ്പുകളും ആകണമെന്നില്ല ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് വോട്ട് ചോരി സമരം കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാവണം എന്നില്ല. പക്ഷേ കോൺഗ്രസിന് കൈവന്നിരിക്കുന്ന ഉണർവ് മാറ്റങ്ങൾ ഉണ്ടാക്കും. നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതിന് ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് 2025 ഏപ്രിൽ 8 പുറപ്പെടുവിച്ച ഉത്തരവ് കോടതിയുടെ അധികാര പരിധിക്ക് അപ്പുറത്താണെന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി കൊടുക്കുവാൻ പോകുന്ന ഉപദേശം എന്തായിരിക്കും എന്നതിന് കൃത്യമായ സൂചനയായി അത്. ഭരണഘടനയുടെ 200-201 വകുപ്പുകൾ അനുസരിച്ച് നിയമനിർമ്മാണ സഭ പാസാക്കുന്ന ബില്ലിന് അംഗീകാരം നൽകുവാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും പൊതുവായ സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്നും അത് ഭരണഘടനാ ഭേദഗതിക്ക് തുല്യമാവുന്നതുമാണ് എന്നതാണ് ഇക്കാര്യത്തിൽ വാദം കേട്ടുകൊണ്ടിരിക്കെ ബെഞ്ചിൽ നിന്നും ജസ്റ്റിസ് വിക്രം നാഥ് നിരീക്ഷിച്ചത്. നിയമനിർമ്മാണ സഭ നടത്തുന്ന ഭരണഘടനാ ഭേദഗതി പോലും ഭരണഘടനാ വിരുദ്ധമെന്ന് വിധിക്കുവാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. എന്നാൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമില്ല. കോടതിക്ക് നിയമം വ്യാഖ്യാനിക്കാൻ മാത്രമാണ് അവകാശം. നിയമം നിർമ്മിക്കാൻ അവകാശമുള്ളത് നിയമനിർമ്മാണ സഭകൾക്കാണ്. 2-അംഗ ബെഞ്ചിന്റെ ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കുമെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുവാനാകുമോ? ബെഞ്ച് ചോദിച്ചു. ഭരണഘടനയുടെ 361 വകുപ്പനുസരിച്ച് രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും നടപടികൾ കോടതിയിൽ ചോദ്യം ചെയ്യരുത് എന്നുണ്ട്. നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതിന് വൈകിയാൽ കോടതിയെ സമീപിക്കാനാണ് ബെഞ്ചിന്റെ നിരീക്ഷണത്തിലൂടെ പുറത്തുവരുന്ന ഉപദേശം. വാദത്തിനിടെ പുറപ്പെടുവിക്കുന്ന നിരീക്ഷണങ്ങൾക്ക് നിയമസാധുതയില്ല. അതാവണമെന്നില്ല അന്തിമ വിധി. വിധിക്കാണ് നിയമസാധുതയുള്ളത്. സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ഗവർണർ ഓഫ് തമിഴ്നാട് എന്ന കേസിൽ 2025 ഏപ്രിൽ 8 സുപ്രീം കോടതി ജഡ്ജിമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവർ അടങ്ങുന്ന ബെഞ്ച് സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചത്. നിയമസഭ പാസാക്കിയ ബിൽ അംഗീകാരം കൊടുക്കാതെ അനിശ്ചിത കാലത്തേക്ക് പിടിച്ചുവെക്കുവാൻ ഗവർണർമാർക്ക് അധികാരമില്ലെന്ന് കോടതി വിധിച്ചു. ഈ നിലപാട് തന്നെയാണ് ഭരണഘടനാ ബെഞ്ചിനും. ഭരണഘടനയുടെ 142 വകുപ്പനുസരിച്ചുള്ള കോടതിയുടെ അധികാരം ഉപയോഗിച്ച് തമിഴ്നാട് ഗവർണർ അംഗീകാരം നൽകാത്ത ചില നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതായും വ്യാഖ്യാനിക്കപ്പെട്ടു. തമിഴ്നാട് നിയമസഭ 2022 മെയ് 11 പാസാക്കിയ ബില്ലിന് വരെ 2025 അംഗീകാരം കൊടുക്കാത്ത സാഹചര്യത്തിലാണ് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതിയിൽ കേസെത്തിയപ്പോൾ ഗവർണർ RN രവി നിയമസഭ 2 വട്ടം പാസാക്കിയ 10 ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. ഈ നടപടി നിയമവിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു. അതോടെ അതിൽ ഒരു ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതും 7 ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ചതും 2 പരിഗണിക്കാതെ വച്ചതും നിയമവിരുദ്ധമായി. ഇവ അംഗീകാരമില്ലാതെ തന്നെ നിയമമായി. ഈ സാഹചര്യം പരിശോധിച്ചാണ് കോടതി ഭരണഘടനയുടെ 142 വകുപ്പ് അനുസരിച്ച് നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിന് ഗവർണർമാർക്ക് കാലപരിധി നിശ്ചയിച്ചത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമുണ്ടാകണമെന്ന് കോടതി വിധിച്ചു. ഗവർണർക്ക് വീറ്റോ അധികാരം ഇല്ലെന്നും തീർത്തു പറഞ്ഞു. സാധാരണഗതിയിൽ നിയമസഭ പാസാക്കി വരുന്ന ബില്ലിന് 1 മാസത്തിനകം ഗവർണർ അംഗീകാരം കൊടുക്കണം.
പുനഃപരിശോധനയ്ക്കായി തിരിച്ചയക്കുന്നവ 3 മാസത്തിനകം ആ നടപടിക്രമം നടത്തണം. പുനഃപരിശോധനയ്ക്ക് അയച്ചവ അതേ രീതിയിൽ തന്നെ വീണ്ടും പാസാക്കി തിരിച്ചു വന്നാൽ 1 മാസത്തിനകം അംഗീകാരം കൊടുക്കണം. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന കാര്യത്തിലും 3 മാസത്തിനകം തീരുമാനമുണ്ടാകണം. ഗവർണർക്ക് ഇക്കാര്യത്തിൽ അബ്സല്യൂട്ട് വീറ്റോ അധികാരമോ പോക്കറ്റ് വീറ്റോ അധികാരമോ ഇല്ലെന്നും കോടതി വിധിച്ചു. നിയമസഭ പാസാക്കിയ ബില്ലിന് അംഗീകാരം തടയാനുള്ള അധികാരത്തെയാണ് അബ്സല്യൂട്ട് വീറ്റോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബിൽ അംഗീകാരം കൊടുക്കാതെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നതിനെ പോക്കറ്റ് വീറ്റോ എന്നും പറയുന്നു. ഇക്കാര്യത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം ഇല്ല. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കണം, കോടതി പറഞ്ഞു. ഈ വിധിയെ തുടർന്ന് കേരള സർക്കാർ കേരള ഗവർണർക്കെതിരെ കൊടുത്തിരുന്ന ഹർജി പിൻവലിക്കപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് 2025 മെയ് 13 രാഷ്ട്രപതി ഭരണഘടനയുടെ 143 വകുപ്പ് അനുസരിച്ച് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഉപദേശം തേടിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായി ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ്, PS നരസിംഹ, MS ചന്ദ്രൂക്കർ എന്നിവർ അടങ്ങുന്ന 5-അംഗ ബെഞ്ച് ഓഗസ്റ്റ് 20 മുതൽ കേസിൽ വാദം കേൾക്കുകയാണ്. 2-അംഗ ബെഞ്ചിന്റെ വിധി നിലനിർത്തിക്കൊണ്ടാണ് 5-അംഗ ബെഞ്ച് വാദം കേൾക്കുന്നത്. സാധാരണക്കാരന് വലിയ വിലക്കുറവ് സമ്മാനിക്കുന്ന ചരക്ക് സേവന നികുതി ഘടനാ പരിഷ്കരണത്തിലൂടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ഓണസമ്മാനമാണ് നൽകിയത്. നിരവധി നിത്യോപയോഗ സാധനങ്ങളെയും ഇൻഷുറൻസുകളെയും നികുതിയിൽ നിന്നും അവർ ഒഴിവാക്കി. 5, 12, 18, 28 സ്ലാബുകളിൽ ഉണ്ടായിരുന്ന നികുതി 5, 18 എന്നിങ്ങനെ 2 സ്ലാബുകളാക്കി. 12, 28 സ്ലാബുകൾ ഇല്ലാതാക്കി. വെണ്ണ, നെയ്യ്, ചീസ് തുടങ്ങിയവയുടെ നികുതി 12% നിന്നും 5%, ഹെയർ ഓയിൽ, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഷേവിംഗ് ക്രീം തുടങ്ങിയവയുടെ നികുതി 18% നിന്നും 5% കുറഞ്ഞു. ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ, ആഡംബര വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് 40% നികുതി ചുമത്തി. പുതിയ ഘടനയനുസരിച്ച് 90% ഉൽപ്പന്നങ്ങൾക്കും നികുതി 28% നിന്നും 18%. സിമന്റിന്റെ നികുതി 28 നിന്നും 18%. ആരോഗ്യമേഖല, കാർഷികോപകരണങ്ങൾ, വിദ്യാഭ്യാസ ഉപകരണങ്ങൾ, ഓട്ടോമൊബൈൽ മേഖല, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്ക് നികുതി ഇളവുണ്ട്. പുതിയ നിരക്കുകൾ പ്രഖ്യാപിക്കപ്പെട്ടത് സെപ്റ്റംബർ 3 രാത്രിയിലാണ്. 4 രാവിലെ മുതൽ ഓഹരി വിപണിയിൽ അനുകൂലമായ തരംഗമുണ്ടായി. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും AK ആന്റണി മഹാനായ കേരള നേതാവാണ്. വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും സമകാലികർക്കെല്ലാം അദ്ദേഹം ഒരു മാതൃകയാണ് എന്ന് കേരളം ആകെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ചേർത്തല അറക്കപ്പറമ്പിൽ കുര്യപ്പിള്ള ഏലിയാമ്മ ദമ്പതികളുടെ മകനായി 1940 ഡിസംബർ 28 ജനിച്ച അദ്ദേഹം 19-ാം വയസ്സിൽ അപ്പൻ നഷ്ടപ്പെട്ട മകനാണ്. അമ്മ ഏലിയാമ്മയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് താനെന്ന് അദ്ദേഹം എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു. 1959 അപ്പൻ മരിച്ച അദ്ദേഹം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ബിരുദ പഠനത്തിന് എറണാകുളം മഹാരാജാസ് കോളേജിൽ എത്തിയതോടെ ആ ജീവിതം രാഷ്ട്രീയ ജീവിതമായി മാറി. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിലൂടെ വളർന്ന അദ്ദേഹം ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രി വരെയായി. പൊതുപ്രവർത്തന കാലത്ത് ഒരിക്കലും അഴിമതിയുടെ കളങ്കം ഏൽപ്പിക്കാത്ത വ്യക്തിയാണ് ആന്റണി. കേരള സർവകലാശാലയിൽ നിന്നും നിയമബിരുദം നേടി. 1964 മുതൽ 66 വരെ KSU അധ്യക്ഷനായി. 1966 മുതൽ 69 വരെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ നയിച്ചു. 1973 KPCC അധ്യക്ഷൻ. KK വിശ്വനാഥൻ ഗവർണറായപ്പോൾ KPCCയുടെ പ്രസിഡന്റായി. 1977 രാജൻ കേസിൽ K കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. പാർട്ടിയിലെ സംഘർഷങ്ങളിൽ പ്രതിഷേധിച്ച് 1978 ഒക്ടോബർ 28 മുഖ്യമന്ത്രി പദവി രാജിവെച്ചു. 1976 കോൺഗ്രസിലുണ്ടായ ദേശീയ പിളർപ്പിൽ അദ്ദേഹം ഇന്ദിരാ കോൺഗ്രസിൽ ചേരാതെ സംഘടനാ കോൺഗ്രസിൽ ചേർന്നു. 1978 വീണ്ടും KPCC അധ്യക്ഷനായി. 1979 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കി. 1981 ഇടതു മുന്നണി വിട്ടു. 1982 KPCC അധ്യക്ഷ പദവിയടക്കം എല്ലാ പദവികളും ഉപേക്ഷിച്ച് ഇന്ദിരാ കോൺഗ്രസിൽ ചേർന്നു. 1984 AICC ജനറൽ സെക്രട്ടറിയായി. 1985 മാർച്ച് 17 വിവാഹിതനായി. 1987 വീണ്ടും KPCC അധ്യക്ഷനായി. 1992 നന്ദാവന മുസ്ലിം അസോസിയേഷൻ ഹാളിൽ നടന്ന KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വയലാർ രവിയോട് തോറ്റു.
1992 ഏപ്രിൽ 15 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച് ജയിച്ചു. 1993 നരസിംഹറാവു മന്ത്രിസഭയിൽ സിവിൽ സപ്ലൈസ് മന്ത്രിയായി. 1995 രാജിവെച്ചു. 1995 വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയായി. 1996 മുതൽ 2001 വരെ പ്രതിപക്ഷ നേതാവ്. 2001 വീണ്ടും കേരള മുഖ്യമന്ത്രിയായി. 2004 കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ ദയനീയ പരാജയത്തെ തുടർന്ന് 2004 മുഖ്യമന്ത്രി പദവി സ്വയം രാജിവെച്ചു. 2006 ഒക്ടോബർ 26 മുതൽ 2014 മെയ് 26 വരെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി. പ്രതിരോധ മന്ത്രിയായിരിക്കെ 2009 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. ഇപ്പോൾ തിരുവനന്തപുരത്ത് വിശ്രമ ജീവിതം നയിക്കുന്നു. കേരളത്തെ ഇളക്കിമറിച്ച് വിമോചന സമരത്തിന് തുടക്കം കുറിച്ച ഒരണ സമരം, വെളുത്തുള്ളി സമരം, സ്വകാര്യ കോളേജ് സമരം തുടങ്ങിയവയിൽ നായക സ്ഥാനത്തുണ്ടായിരുന്നു. 1967 കാസർഗോഡ് നിന്നും തലസ്ഥാനത്തേക്ക് കാൽനടയാത്ര നടത്തി. മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വിപ്ലവകരമായ പല തീരുമാനങ്ങളും അദ്ദേഹം കൈക്കൊണ്ടു. തൊഴിലില്ലായ്മ വേതനം, ചാരായ നിരോധനം, ജില്ലാ കൗൺസിൽ സ്ഥാപനം, വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയത്, സ്വാശ്രയ കോളേജുകളുടെ സ്ഥാപനം തുടങ്ങിയവ അവയിൽ ചിലതാണ്. ഇങ്ങനെ കേരളത്തിലെ പൊതുജീവിതത്തിൽ തിളങ്ങി നിന്ന ആന്റണിയെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ചിത്രവുമായി വന്ന SNDPയുടെ മുൻ സെക്രട്ടറിയും കോൺഗ്രസ് നേതാവുമായ K. ഗോപിനാഥന്റെ ആത്മകഥ ഞാൻ എൻ്റെ ജീവിതം കേരളത്തിൽ ചർച്ചാ വിഷയമായി. ചില്ലറക്കാരനല്ല ഗോപിനാഥ്. 21 വർഷം ദേവികുളങ്ങര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. 54 വർഷം പുതുപ്പള്ളി വില്ലേജ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്നു. 1987 കായംകുളത്ത് നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു. CPMലെ MR ഗോപാലകൃഷ്ണനോട് തോറ്റു. 94 വയസ്സിലും കരുനാഗപ്പള്ളിയിലെ പൊതുമണ്ഡലത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും സജീവമാണ് അദ്ദേഹം. കരുണാകര പക്ഷക്കാരനായിരുന്നു ഗോപിനാഥ്. ആത്മകഥയിലെ ഒരു അധ്യായത്തിന്റെ ശീർഷകം തന്നെ AK ആന്റണിയുടെ ചതി എന്നാണ്. തന്റെ പ്രിയ നേതാവായ കരുണാകരന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും ആന്റണിയുടെ സ്വഭാവത്തിലെ ഇരട്ടത്താപ്പുകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് ആ പുസ്തകം പൊതുമണ്ഡലത്തിൽ ഏറെ ചർച്ചാ വിഷയമായി. ആന്റണി കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUവിന്റെ സ്ഥാപക നേതാവല്ല. സംഘടനയുടെ രൂപീകരണവുമായി ആന്റണിക്ക് ഒരു ബന്ധവുമില്ല. വിഖ്യാതമായ ഒരണ സമരത്തിലും ആന്റണിക്ക് പങ്കില്ല എന്നെല്ലാമാണ് ഗോപിനാഥൻ പറയുന്നത്. ആന്റണി ചതിയൻ, ആദർശം വെറും ആടയാഭരണം, കാര്യസാധ്യത്തിന് ആരെയും ഒറ്റുകൊടുക്കും. സ്വന്തം കാര്യസാധ്യത്തിനായി ആരെയും ഒറ്റുകൊടുക്കാൻ മടിയില്ലാത്ത ചതിയനായ മനുഷ്യനാണ് ആന്റണി, ഗോപിനാഥൻ പറയുന്നു. അധികാരത്തോട് വിരക്തിയും വിമുഖതയുമുള്ള ആൾ എന്ന പരിവേഷം കൊണ്ട് നടക്കുമ്പോഴും അധികാര സ്ഥാനങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ സമാനതകളില്ലാത്ത പദവികളിൽ ഇരുന്നിട്ടും ആർക്കു വേണ്ടിയും സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകൊടുക്കാത്ത അധികാര കൊതിയനാണ് അയാൾ. സാധാരണ കോൺഗ്രസുകാർക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യത്തുമില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്കൊപ്പം നിൽക്കാറുമില്ല. കരുണാകരൻ എന്തെല്ലാമായിരുന്നോ അതൊന്നുമായിരുന്നില്ല ആന്റണി. രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ അവസരങ്ങളുടെ കലയാക്കി. വിദ്യാർത്ഥി കാലം മുതൽ അങ്ങനെയായിരുന്നു. KSU തുടങ്ങുമ്പോൾ ആന്റണി കോളേജിൽ പോലുമില്ല. എന്നാൽ അതിന്റെ സ്ഥാപക നേതാവായാണ് വിശേഷിക്കപ്പെടുന്നത്. 1957 KSU തുടങ്ങുമ്പോൾ ജോർജ് തരകൻ പ്രസിഡന്റും വയലാർ രവി എന്ന MK രവീന്ദ്രൻ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. ഈ യഥാർത്ഥ സ്ഥാപകരെ എല്ലാം തമസ്കരിച്ച് KSUവിന്റെ സ്ഥാപകനായി ആന്റണി വിരാജിക്കുന്നു. ഒരണ സമരത്തിലും ആന്റണിക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ലായിരുന്നു. എന്നിട്ടും അതിന്റെ നേതാവായും സ്ഥാപിക്കപ്പെട്ടു. KSUവിന്റെ തുടക്കത്തിൽ താൻ സ്ഥാനത്തൊന്നും ഉണ്ടായിരുന്നില്ലെന്നോ ഒരണ സമരത്തിൽ പങ്കില്ലെന്നോ പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് പതിറ്റാണ്ടുകൾ, ഭരണതലത്തിൽ പല പദവികൾ, ഇതെല്ലാം തനിക്ക് വിധി കൽപ്പിതമാണെന്ന ഭാവമാണ് ഇദ്ദേഹത്തിന്. ഉമ്മൻചാണ്ടിയും ആര്യാടനും എല്ലാം ഗ്രൂപ്പ് കളിച്ച് കരുണാകരൻ ഒതുക്കപ്പെടുമ്പോൾ തനിക്ക് ഗ്രൂപ്പില്ലെന്ന് ആന്റണി പ്രഖ്യാപിക്കും. എന്നാൽ പ്രഥമ സ്ഥാനത്തേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യും. എല്ലാ കാലത്തും ഭാഗ്യം കൊണ്ട് മാത്രം അധികാരങ്ങളിൽ പിടിച്ചു നിന്ന ആളാണ് ആന്റണി. മറ്റാരെക്കുറിച്ചും ചിന്തിക്കാതെ, അവരെക്കുറിച്ച് വ്യാകുലപ്പെടാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നതുകൊണ്ട് ഇക്കാലമെല്ലാം അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിലനിന്നു. ഭാഗ്യം എന്നും അദ്ദേഹത്തോടൊപ്പമായിരുന്നു. ഉറച്ച നിലപാടുകളോ ഒപ്പമുള്ളവരെ പ്രതിസന്ധിയിൽ സഹായിക്കണമെന്ന ചിന്തയോ അദ്ദേഹത്തിനെ അലട്ടിയിട്ടില്ല. സഹായിക്കേണ്ടിടത്ത് അർഹമായത് നിഷേധിക്കപ്പെടുമ്പോൾ, താൻ കാരണം ഒരാൾ അകാരണമായി ക്രൂശിക്കപ്പെടുമ്പോൾ അതല്ല വസ്തുത എന്ന് പറയാൻ സന്നദ്ധനല്ലെങ്കിൽ പിന്നെ എന്ത് പൊതുപ്രവർത്തനമാണത്? ഗോപിനാഥൻ ചോദിക്കുന്നു. ആന്റണി എല്ലാ അർത്ഥത്തിലും സ്വാർത്ഥനും സ്വന്തം ഇമേജിൽ മാത്രം അഭിരമിക്കുന്നവനും ആണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്ന കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും വീട്ടിൽ ഏത് കോൺഗ്രസുകാരനും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാമായിരുന്നു. പക്ഷേ ആന്റണിയുടെ വീട്ടിൽ അതിന് അനുവാദമുണ്ടായിരുന്നില്ല. ആരും അങ്ങോട്ട് പോകുവാൻ തയ്യാറായിട്ടുമില്ല.
കോൺഗ്രസുകാരൻ എന്ന നിലയിലല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിലും തനിക്ക് കരുണാകരനിൽ നിന്നും ഊഷ്മളമായ അനുഭവങ്ങളും ശക്തമായ പിന്തുണയുമാണ് ലഭിച്ചത്. എന്നാൽ ആന്റണിയിൽ നിന്നും തിക്താനുഭവങ്ങളും നിസ്സഹകരണവും ചതിയും മാത്രമാണ് ഉണ്ടായത്. ശിവഗിരിയിലെ സന്യാസിമാർ തമ്മിലുണ്ടായ അധികാര തർക്കങ്ങളും തുടർന്നുണ്ടായ കോടതി വിധിയുമാണ് 1995 പോലീസ് നടപടിയിലേക്ക് നയിച്ചത്. നിരവധി സന്യാസിമാർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റു. യാതൊരു ആലോചനയുമില്ലാതെ ആന്റണി ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരുന്നു അത്. ഏതൊരു സാഹചര്യത്തിലും ശിവഗിരിയിൽ പോലീസ് നടപടി ഉണ്ടാവരുതെന്ന SNDP യോഗം കൗൺസിലിന്റെ തീരുമാനവും അവഗണിച്ചാണ് ആന്റണി പോലീസിന് അനുമതി നൽകിയത്. അതിനുശേഷം ഡൽഹിക്ക് മുങ്ങി. വിവേകരഹിതമായ ഈ നടപടിയിൽ കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. SNDP യോഗം ഭാരവാഹികളുടെ അനുമതിയോടെയാണ് ആന്റണി ഇത്തരം ഒരു നടപടി സ്വീകരിച്ചതെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. അതിൽ ഒരു തരി പോലും സത്യമില്ല. ഒരു കൊടും പാതകം ആന്റണിയിൽ നിന്നുമുണ്ടായി. ഗോപിനാഥൻ എഴുതി, സമുദായ നേതാക്കന്മാർ എന്ന് പറയുന്നവർ വന്ന് സ്വന്തം കാര്യം നടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവർ സമുദായ കാര്യം ഒന്നും പറയാറില്ല എന്ന പത്രപ്രസ്താവനയുടെ രൂപത്തിലായിരുന്നു അത്. നേതാവില്ലാത്ത സമുദായം എന്ന പ്രയോഗവും നടത്തി. ശിവഗിരി സംഭവവും അതിനെതിരായ ജനവികാരവും ശക്തമായി നിൽക്കെ മുഖ്യമന്ത്രി നടത്തിയ ഈ പ്രസ്താവന SNDP യോഗം നേതാക്കളായ എന്നെയും ഡോക്ടർ KK രാഹുലിനെയും ഉദ്ദേശിച്ചാണെന്ന് വ്യക്തമാക്കപ്പെട്ടു. തുടർന്ന് ഞങ്ങൾക്കെതിരെ വ്യാപകമായ പ്രചാരണവും നടന്നു. മുഖ്യമന്ത്രിയിൽ നിന്നും ഞങ്ങൾ സ്വീകാര്യമായ നേട്ടങ്ങൾ നേടിയെടുത്തു എന്ന പ്രചാരണമാണ് ഉണ്ടായത്. അത് വലിയ നാണക്കേടും തിരിച്ചടിയുമായി. ആന്റണിയുടെ നിരുത്തരവാദപരമായ ഈ പ്രസ്താവനയിലൂടെ താനും ഡോക്ടർ രാഹുലനും അത്രമേൽ അപമാനിക്കപ്പെട്ടു. മുഖ്യമന്ത്രി ആന്റണിയിൽ നിന്ന് എന്തോ സ്വകാര്യ നേട്ടത്തിനായി ഞങ്ങൾ ശിവഗിരിയിലെ പോലീസ് നടപടിയെ അനുകൂലിച്ചു എന്ന് ചിത്രീകരിക്കപ്പെട്ടു. സത്യവുമായി പുലബന്ധം പോലുമില്ലെങ്കിലും അത്തരമൊരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന എന്നെ ഉദ്ദേശിച്ചാണെന്ന് ആരെങ്കിലും ധരിച്ചാൽ അതിന് കുറ്റം പറയാനുമാവില്ല. ഈ പ്രസ്താവന വന്നതോടെ എതിർപ്പ് കൂടുതൽ ശക്തമായി. പുറത്തിറങ്ങാൻ തന്നെ ഭയപ്പെടുന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. ആലപ്പുഴയിൽ ഗൗരിയമ്മ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഗൗരിയമ്മ വിളിച്ചിട്ട് എങ്ങനെ പോകാതിരിക്കുമെന്ന ചിന്തയിൽ പതിവ് കാറിൽ പോകാതെ ഒരു ജീപ്പിൽ ആലപ്പുഴയിലെത്തി. അവിടെ എത്തിയപ്പോൾ ഗൗരിയമ്മയുടെ ചോദ്യം, താൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ, എങ്ങനെയാണ് വന്നത്? ജീപ്പിലാണ് വന്നതെന്ന് മറുപടി പറഞ്ഞു. ഏതായാലും താൻ ഇനി ഇവിടെ നിൽക്കണ്ട, ഈ പിറകിൽ കൂടി ഇറങ്ങിക്കോ, ജീപ്പ് ഇവിടെ വരും, ഉടൻ സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ മുന്നോട്ട് പോകാനാവില്ലെന്ന് തോന്നിയപ്പോൾ തിരുവനന്തപുരത്തെത്തി ആര്യാടൻ മുഹമ്മദിനെ കണ്ടു. പ്രസ്താവന വരുത്തിവെച്ച പൊല്ലാപ്പ് വിവരിച്ചു. മര്യാദകേടല്ലേ കാണിച്ചത്? ആര്യാടൻ പറഞ്ഞു. നമുക്ക് ആന്റണിയെ കാണാം, ഉമ്മൻചാണ്ടിയെ കൂടി വിളിക്കാം. അദ്ദേഹം പറഞ്ഞു. എന്നും എപ്പോഴും ജനങ്ങൾക്കും പ്രവർത്തകർക്കും ഒപ്പം നിന്ന നേതാക്കന്മാരാണ് ആര്യാടനും ഉമ്മൻചാണ്ടിയും. ഞാൻ കരുണാകര പക്ഷപാതിയും അവർ ആന്റണി പക്ഷക്കാരുമായിരുന്നു. എങ്കിലും അങ്ങേയറ്റം അടുപ്പം ഞങ്ങൾ പുലർത്തിയിരുന്നു. നേതാക്കൾ എങ്ങനെയാവണമെന്നതിന് ഉദാഹരണമായിരുന്നു ഇരുവരും. ഞങ്ങൾ 3 പേരും കൂടി ആന്റണി ഓഫീസിലെത്തി സന്ദർശിച്ചു. രാത്രി സമയത്താണ്. ആര്യാടനാണ് തുടങ്ങിയത്. ദേ നിൽക്കുന്നു ഗോപി വക്കീൽ, അറിയുമോ? പിന്നെ KSU കാലം മുതൽ അറിയുന്നതല്ലേ? ആന്റണി ചോദിച്ചു. വക്കീൽ യോഗ സെക്രട്ടറിയാണെന്ന് അറിയാമല്ലോ. വക്കീലും യോഗ നേതാക്കളും സംയമനം പാലിച്ചതുകൊണ്ടാണ് കേരളം കത്താതിരുന്നത്, ആര്യാടൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയും യോജിച്ചു. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചെന്ന ആന്റണി ചോദിച്ചു. സമുദായ നേതാക്കൾ വന്ന് സ്വന്തം കാര്യം നേടി പോകുന്നു എന്ന് നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞില്ലേ? ഇല്ല. എങ്കിൽ അക്കാര്യം ഒന്ന് വ്യക്തമാക്കുക. വക്കീൽ രക്ഷപ്പെടും. മൂപ്പർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, ആര്യാടൻ പറഞ്ഞു. അതൊന്നും പറ്റില്ല. ഞാൻ അതിനാ പത്രക്കാരുടെ ശത്രുത നേടുന്നത്? ഇതിനെ കൊടും ചതി എന്നല്ലാതെ എന്ത് പേരിട്ടാണ് വിശേഷിപ്പിക്കുക? സ്വയം രക്ഷപ്പെടാൻ പറഞ്ഞ ഒരു കള്ളം മറ്റൊരാളുടെ ജീവന് ഭീഷണിയായപ്പോഴും തിരുത്താത്തതാണോ ആദർശം? 2025 ഓഗസ്റ്റിൽ ആന്റണിയുടെ അടുത്ത സുഹൃത്ത് VM സുധീരൻ കർണാകപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്തു. ഗോപിനാഥൻ എഴുതുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിലയിരുത്തലുകളാണ്. പക്ഷേ കേരളം കണ്ണടച്ച് വിശ്വസിക്കില്ല ഈ വാക്കുകൾ എന്നതാണ് സത്യം. സമുദായ നേതാക്കൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, സമുദായത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്ന് ആന്റണി അന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് അറിയുന്ന സത്യമാണ്. ഇങ്ങനെ ആന്റണി അറിയുന്ന സത്യങ്ങൾ അദ്ദേഹം എഴുതിയെങ്കിൽ തലമുറകൾക്ക് നല്ല തിരിച്ചറിവുകൾ കിട്ടുമായിരുന്നു. ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.